തൃശൂർ പൂരം പ്രതിസന്ധിയിൽ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ പറഞ്ഞിരിക്കുന്നത്. സൂരജ് പറയൂ വിശദാംശങ്ങൾ. സൂരജ് നേരിട്ട് തന്നെ വന്നിട്ടുണ്ട്. സന്തോഷം. മെറി ക്രിസ്മസ് സൂരജ്. ഞാൻ വിചാരിച്ച ടെലിഫോൺ മുറിച്ച് പോയെന്ന്. ഗുഡ് മോർണിംഗ്, പറയൂ. ഇല്ല സ്കേൻ, എന്തായാലും ക്രിസ്മസ് ആശംസകൾ. അതുപോലെ തന്നെ ഈ പൂരത്തെ വരവേൽക്കാനുള്ള ചൂടിലാണ് തൃശ്ശൂർ. പക്ഷേ ഈ വിവാദങ്ങളും പ്രതിസന്ധികളും തീരുന്നില്ല. ഇന്നലെ മന്ത്രിതലത്തിൽ ഈ പൂരപ്രതിസന്ധി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി യോഗം ചേർന്നെങ്കിലും അതിലൊരു തീരുമാനം ആയില്ല. സർക്കാർ പറഞ്ഞത് ഇന്നലെ മന്ത്രിമാരായ കെ രാജനും രാധാകൃഷ്ണനും പങ്കെടുത്തുകൊണ്ട് ചേർന്ന യോഗത്തിന് ശേഷം അവർ അറിയിച്ചത്, അതായത് ഇതൊരു സർക്കാർ തലത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനം, അതായത് ഈ പൂരപ്പറമ്പിന്റെ ഈ എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്തിന്റെ തറവാടക സംബന്ധിച്ചുള്ള കാര്യത്തിൽ സർക്കാർ തലത്തിൽ ആലോചിച്ചതിന് ശേഷം തീരുമാനം 4-ാം തീയതി ഹൈക്കോടതിയിൽ അറിയിക്കാമെന്നാണ് പറഞ്ഞത്. വ്യക്തമായ ഒരു തീരുമാനം ഇന്നലെ യോഗത്തിന് ശേഷം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ തിരുവമ്പാടി പാറമേക്കാവിനെ സംബന്ധിച്ച് വലിയ അതൃപ്തിയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്നത്. ഇന്നലെ ഒരു യോഗം വിളിച്ചിട്ടും ആ യോഗത്തിൽ തീരുമാനമുണ്ടായില്ല. പകരം 4-ാം തീയതി ഹൈക്കോടതിയിൽ സർക്കാർ അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അനുകൂലമായ നിലപാടുണ്ടായില്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ് നിലവിൽ ഇരു ദേവസ്വങ്ങളും തീരുമാനിച്ചിട്ടുള്ളത്. അവർ പറയുന്നത് വലിയ ബാധ്യതയാണ് ഈ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ 2 കോടിയിലധികം രൂപ തേക്കിൻകാട് മൈതാനിക്ക് എക്സിബിഷൻ നടത്തുന്നതിന് വേണ്ടി നൽകുക എന്നത് തങ്ങളെ കൊണ്ട് കഴിയാത്തതാണ്. അതുകൊണ്ട് തന്നെ ഈ ഹൈക്കോടതിയിൽ സർക്കാർ അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ അടിയന്തരമായ ഒരു അനുകൂല നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ്. കാരണം ജനുവരി മാസത്തേക്ക് കടക്കുന്ന ഈ സമയത്തൊക്കെ ഇതിന്റെ പന്തൽ ഉൾപ്പെടെ ഒരുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത് അനിശ്ചിതത്വമായി വിഷയത്തിൽ ഒരു തീരുമാനം നീളുന്നത് ഈ പൂരത്തിന്റെ നടത്തിപ്പിനെ തന്നെ വലിയ ആശങ്കയിലേക്ക് നയിക്കുന്നുണ്ട്. എന്തായാലും ഇരു ദേവസ്വങ്ങളും ഈ വിഷയം ഹൈക്കോടതിയിൽ സർക്കാർ ഒരു അനുകൂല നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. താങ്ക് യു സുരേഷ്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.